ഇപ്പോൾ കുറേ ആയി ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് കേട്ടോ. അപ്പോൾ പ്രതീക്ഷിക്കാതെ ഇന്നലെ ഐറും മോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നീന എന്തായാലും ലീവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഓളും വ്യാഴാഴ്ച വൈകുന്നേരം ഒരു വെള്ളിയാഴ്ചയായിരുന്നു നോക്കൂ ലീവ്. അപ്പോൾ ഇത് വെള്ളിയാഴ്ച ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. എല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ ഞാനൊരു ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാവരും ഇവിടെ ഉറങ്ങുകയാണ്, എണീറ്റിട്ടില്ല. ഇതൊന്നും പിന്നെ നീനുട്ടിയൊന്നും എണീറ്റിട്ടില്ല. ഇവിടെ അതാ ഐറൂസ് ഇന്നലെ കളിച്ച് പോയി അവൻ്റെ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ ഞാൻ ഈ കിച്ചണിക്കൊന്നും എത്തിയിട്ടില്ല. നമ്മൾ കുറേ അലക്കാനുണ്ടായിരുന്നു, നീനൂട്ടി വന്നതും കാര്യങ്ങളൊക്കെ. ഐറും മോളും അപ്പുറത്തെ റൂമിൽ ഉറങ്ങുന്നുണ്ട്, എണീറ്റിട്ടില്ല ആരും. അതായത് ഐറുൻ്റെ ടേബും കസാലയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ടേബ് ഇടാനുള്ള ബാഗും കാര്യങ്ങളൊക്കെയാണ് ഇത്. പിന്നെ അപ്പുറത്തെ ബാഗിൽ നീനൂട്ടിൻ്റെ ഓള് വന്ന ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ഓളെ ബാഗൊക്കെയാണ് അപ്പുറത്ത്. അപ്പോൾ ഓളത് അലക്കാനും കുടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എണീറ്റ് പാടെ കിച്ചണിൽ കയറാതെ അലക്കാനും ഇതിനൊക്കെ നിന്നു. ഒക്കെ കഴിഞ്ഞ് വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ അലക്കാണ്ടായിരുന്നേ. ഒക്കെ ഇനി കൊണ്ടുപോകുമ്പോൾ ഒറ്റ ദിവസത്തെ ലീവേ ഉള്ളൂ. ഇനി പെരുന്നാൾക്ക് വരുമ്പോൾ 2 ദിവസം ലീവ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞു. ഇതാ വന്ന് കിച്ചണിക്ക് വന്നപ്പോൾ ഓരോന്നോരോന്ന് എഴുന്നേറ്റ് ഇതാ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതും നീനുട്ടി അതാ അവിടെ തന്മലും ഇതും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പുട്ടും കടലയാക്കാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിച്ചു. അപ്പം പുട്ടിനുള്ള കടല പിന്നെ കുക്കറിൽ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടിതാ നമ്മൾ ജസ്റ്റ് ഒന്ന് മൺപിടിച്ചാണ്. അപ്പോൾ പൊട്ടില്ല, നമ്മൾ അരിപ്പൊടി കൊണ്ട് തന്നെയാണ് കേട്ടോ. അരിപ്പൊടിക്ക് ചോറ് അരച്ച് വാർന്നിട്ട് ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ മൺപിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതും ചോദിക്കുന്നുണ്ട് എന്താ അത് അങ്ങനെ അരക്കണമെന്നൊക്കെ ഇങ്ങനെ ഓരോ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് കുറേശ്ശെ ഇങ്ങനെ എടുക്കും. അപ്പോൾ എന്നോട് ഒന്നായിട്ട് അങ്ങോട്ട് പിന്നെ പാർന്ന് കണ്ട് നമുക്ക് വെച്ചുകൂടെ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വെച്ചാൽ ചിലപ്പം നല്ല കട്ടിപ്പത്തിരി എന്തെങ്കിലും ആക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ മെല്ലെ കുറേശ്ശെ ഒഴിച്ച് ഇങ്ങനെ സെറ്റാക്കി എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുട്ടിനുള്ളതൊക്കെ മൺപിടിച്ച് വെച്ചു. പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഞാൻ നാളെ കഴിഞ്ഞ പ്രാവശ്യം ചിരണ്ടിയപ്പോൾ ഉള്ളത് ഒരു തേങ്ങ ഫുള്ളായിട്ട് അങ്ങനെ ചിരണ്ടിണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങനെ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ വേഗം അത് ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ കടൽ തൂമിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ന് ബാക്കി നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ചതക്കിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി തോലൊക്കെ പൊളിച്ചിട്ട് അതവിടെ ചതക്കി വെച്ചു കേട്ടോ. ഇന്നിപ്പോൾ ബിരിയാണി ഇന്ന് എല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇന്നലെ ഞാൻ ഇത് മുന്നോട്ട് കുറേ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അവ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുക. തൈരും മലിച്ചും പുതിനയും കാര്യങ്ങളൊക്കെ ഇന്നലെ എന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നൊക്കെ കരുതി. ഏതായാലും പുട്ട് അതാ നമ്മൾ അടുപ്പത്ത് വെക്കാം. അതവിടെ വെള്ളം തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെച്ചു. പിന്നെ നമുക്ക് കടല തൂമിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് കോരി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കടല വേവിച്ചപ്പോൾ ഐറൂസ് ഉള്ളതല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മുളക് പൊടി ഇട്ടിട്ടില്ല, ബാക്കിയെല്ലാം മസാലപ്പൊടികൾ ഇട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. ഇനി അത് ഉള്ളിയൊക്കെ ഇട്ട് തൂമിക്കുമ്പോൾ നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആദ്യത്തെ കുറ്റി പുട്ട് റെഡിയായി. രണ്ടാമത്തത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി തൂമിച്ച് കടലക്കറി പാർന്നപ്പോൾ ജസ്റ്റ് അടുപ്പ് അങ്ങോട്ട് ഇളകിയിട്ട് വന്നിട്ട് കുറച്ച് ചിന്തിപ്പോയിട്ടോ. അപ്പോൾ ആ അടുപ്പിന് എന്തോ ഒരു ചെറിയൊരു ഇളക്കട, അത് അതിൻ്റെ വെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ ഇളകിയാണ് നിൽക്കുന്നത്. കറക്റ്റ് അതിൻ്റെ ആ ഒരു ഇതിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഞാനത് എന്താണെന്ന് മനസ്സിലാവാതെ വീണ്ടും ഇളക്കി നിൽക്കും. വീണ്ടും അത് ഇളക്കുന്ന സമയത്ത് ഇളകുന്നുണ്ട് കണ്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു സംഭവം അങ്ങനെ കറക്റ്റായിട്ടല്ല വെച്ചത് എന്ന്. പിന്നെ അത് റെഡിയാക്കി വെച്ചതിന് ശേഷം കറക്റ്റ് നിന്നു. പിന്നെ ഒന്ന് കറി നമ്മൾ കൂടുതലായിട്ട് കടലത വറ്റിച്ച് അങ്ങനെ കുറച്ചൊരു ചെറിയൊരു ഗ്രേവി ആയിട്ട് വെച്ചിട്ട് വെക്കുന്നുള്ളൂ. നമുക്ക് മീൻ കറി ഉണ്ട്, ഇന്നലെ മീൻ കറി ആയിരുന്നല്ലോ. അപ്പോൾ അതുള്ളതുകൊണ്ട് കടല ഞാൻ കുറച്ച് നീട്ടി ഉണ്ടാക്കിയില്ല. കുറച്ച് കടല കഴിച്ചോട്ടെ മക്കളൊക്കെ. പിന്നെ ഐറൂസ് ഉള്ളതല്ലോ, ഓന് കടലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പിട്ട് വെച്ച കടലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നീനുട്ടി അവിടുന്ന് അങ്ങനെ കടലവർഗ്ഗങ്ങളൊന്നും അധികം കഴിക്കാത്തല്ലേ, അപ്പോൾ ഓക്കും കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ചത്. മീൻകറി സത്യം ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഉണ്ട് കേട്ടോ. പുട്ടുക്കുള്ള മീൻകറിയൊക്കെ നമുക്ക് ഇന്നലത്തെ ബാക്കിയുണ്ട്, മത്തിയും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ കടല എല്ലാവരും കഴിച്ചോട്ടെ എനിക്ക് എഴുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കി. ഏതായാലും അത് വേഗം മൂപ്പർക്ക് കൊടുത്തു കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് സമയം. നമ്മൾ അലക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ കിച്ചൺ കയറിയത്. അപ്പോൾ മൂപ്പർക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മൂപ്പർക്ക് കൊടുത്തു. പിന്നെ ഓരോരുത്തർ അങ്ങനെ കഴിച്ചോളൂല്ലോ എന്ന് കരുതി. പിന്നെ ഞാൻ വേഗം അടുപ്പത്ത് ഓരോക്കെ വരുന്നതിൻ്റെ മുന്നേ വേഗം മുട്ട പുഴുങ്ങാൻ വെച്ചു. മോളൂനും എല്ലാവരും ഉള്ളതല്ല, അപ്പോൾ എല്ലാവർക്കും ഓരോ മുട്ട കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇതാ മുട്ട പുഴുങ്ങാനുള്ള വെള്ളമാണ് ഞാൻ എടുക്കണത് കേട്ടോ. അന്ന് പിന്നെ കറണ്ട് അടുപ്പുമ്പോൾ പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ, പിന്നെ ഈ ഒരു ഈസി കുക്കർ ഇതിലിങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കറണ്ട് അടുപ്പുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കറണ്ട് ബില്ലൊക്കെ അത്യാവശ്യം ആവുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഈ ഒരു കറണ്ട് അടുപ്പാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അധികം കറണ്ട് ബില്ല് ആവുന്നില്ല കേട്ടോ. ഒരു നോർമൽ തന്നെ ആണുള്ളൂ. പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടും വലിയ രീതിയിൽ കറണ്ട് ബില്ലൊന്നും വന്നിട്ടില്ല.
ഈ ഒരു അടുപ്പാകുമ്പോൾ എനിക്ക് അങ്ങനെ കറണ്ട് ബില്ല് വന്നില്ല എന്ന് തന്നെ തോന്നുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു അടുപ്പാണ്. അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണല്ലോ നമ്മളത് വാങ്ങണത് അല്ലേ. പിന്നെ ഇതാ നമ്മൾ അവിടെ മുട്ട പുഴുങ്ങാൻ വെച്ചു. പിന്നെ അടുത്ത പുട്ട് അതാ കൊണ്ടുപോയി ഞാൻ അതിലേക്ക് കുത്തിയിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ മൂപ്പര് ഫുഡൊക്കെ കഴിച്ച് എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പാത്രമൊക്കെ കഴുകാനുള്ളത് അടുക്കളയ്ക്ക് കൊണ്ടുപോയി വെച്ചു. അപ്പോളിങ്ങനെ അവിടുന്ന് കുറച്ച് വാതിൽ തുറക്കുന്ന സൗണ്ടും കാര്യങ്ങളങ്ങനെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഐറിസ് എഴുന്നേറ്റ് വരാനായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുമോ എനിക്ക് പുട്ട് കൊണ്ടുവന്നേരം വെച്ച് ഞാൻ ഇവിടുന്ന് അവിടെ സോഫയിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഓക്കുള്ളതാണ് ഞാനിപ്പോൾ പ്ലേറ്റിക്ക് പുട്ടും കടലക്കറി മീൻ കറിയൊക്കെ എടുത്തിട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ മീൻ കറി വേണോ ചോദിച്ചപ്പോൾ കുറച്ചൊക്കെ അരുവിൽ ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പുട്ടുമ്മ കൂടെ ഒഴിക്കാതെ ഒക്കെ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുമുന്ന് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. നീനുട്ടി ഇതപ്പോഴും ഫോണും കണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാനൊന്നും എത്തിയിട്ടില്ല. ഓക്കെ ഞാൻ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കിട്ട് ഇറങ്ങി പോവുള്ളൂ. ഉള്ള ഒരു ഗ്ലാസ് വെള്ളവും ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ വേഗം പിന്നെ കടലക്കറി ബാക്കിയുള്ളത് മൂപ്പര് കഴിച്ചതിൻ്റെ ബാക്കി ഉള്ളത് ഞാൻ ഇതിലേക്ക് പാർന്ന് വെച്ചു. എന്നാൽ പാത്രങ്ങളൊക്കെ കഴുകാമല്ലോ. കുക്കറും ഈ തൂമിച്ച പാത്രവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വേഗം വെക്കാമല്ലോ എന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ഇങ്ങനെ മൂടിയൊക്കലും ഒക്കെ ചെയ്യുമ്പോഴാണ് ഐറിസ് എഴുന്നേറ്റ് വന്നത് കേട്ടോ. വന്ന പാടെ മിനിയെ മാമു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ കസാലയൊക്കെ തീക്കി കൊടുത്തപ്പോൾ അവിടെ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവന് പുട്ട് കാണിച്ചു കൊടുത്തപ്പോൾ പ്ലേറ്റ് കൊണ്ടുവരുന്നതാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പ്ലേറ്റ് എടുക്കാൻ പോയപ്പോൾ സാൽമെന്ന് ഇറങ്ങി കേട്ടോ. ഓൻ്റെ ഉമ്മീനെ തരികയാണേ. മോളോനെ ഇമ്മി എന്നാണ് ഓൻ വിളിക്കുക. അപ്പം ഇമ്മി എന്ന് വിളിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്ലേറ്റ് ഇട്ട് വന്നപ്പോൾ ഓനെ കാണാനല്ല കേട്ടോ. അപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ ഇമ്മി ഓടെ. അപ്പോൾ നല്ല രീതിയിൽ ഓൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ തിരഞ്ഞ് നടക്കുന്നത് ഓൻ്റെ എമ്മീനെ കേട്ടോ. ഓളവിടെ അടുക്കളയിൽ ഓൻ വന്ന് നിൽക്കുന്നത് ഓൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ഓൻ നേരെ ഓടിപ്പോയി. ഇപ്പോൾ കുറേ ദിവസമായി ഒരു 10 ദിവസം കയ്യിലേക്കിട്ട് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഓനിങ്ങനെ അല്ലെങ്കിൽ നേരെ എണീറ്റ് വന്നാൽ അതിൻ്റെ ഒക്കത്തൊക്കെ ഓടി കയറുക. അപ്പം ഇപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ട് എന്താ അറിയില്ല ഓടി വന്ന് ഓൻ്റെ അമ്മീനെ തന്നെയാണ് തിരഞ്ഞ് നടക്കണത് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് ഓന് വെള്ളം പാല് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തുകയാണ്. ഓന് പറ്റിയിട്ടൊന്നുമില്ല. എന്നാലും ഞാനത് എടുത്തിട്ട് ഓന് വെള്ളം കൊടുത്തപ്പോൾ പിന്നെ അങ്ങോട്ട് റെഡി ആയി. അവനെ അവിടെ ഇരുത്തി ഓന് പുട്ട് തിന്നോ മാമു തിന്നോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതുമൂനെ വിളിച്ചിട്ട് ഓൻ്റെ ഒപ്പം ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അവിടെ വന്ന് ഇരുന്നോ ഐറോസിൻ്റെ അടുത്ത്. പിന്നെ ഓനത് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പുട്ട് കഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പം വേഗം ഓനുള്ള കടല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കടല ഓന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ മൈൻഡ് ചെയ്യണുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ കഴിച്ചപ്പോൾ ഓന് ഭയങ്കര ഇഷ്ടമായി. പിന്നെയും കടല അമ്മിഞ്ഞ് കടകടല എന്ന് പറയാതെ ഒന്ന് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഓന് സമാധാനമായി. ഓന് ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ എന്തൊക്കെ പോലെ ഇതിനപ്പം ഇതും വന്നപ്പോൾ ഓനൊരു സമാധാനമായി. പിന്നെ ഞാൻ ഈനുട്ടിക്കും ഫുഡ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അടുക്കളയ്ക്ക് പോയത് കേട്ടോ. ഇന്നലത്തെ ഇന്നലെ രാത്രി വന്നപ്പം ഞങ്ങൾ പിന്നെ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ലോഡർ ഫ്രൈസും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് രാത്രി വന്നിട്ടുള്ളൂ. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മീൻ പൊരിച്ചതൊന്നും കഴിച്ചില്ല. പോക്കുള്ള പൊരിക്കാനുള്ള മീൻ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ പൊരിച്ചു കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ പൊരിച്ച് ആ പ്ലേറ്റിൽ ഇട്ട് കൊണ്ടിട്ടുണ്ട്. പിന്നെ പുട്ടും ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളൂ. ഇന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് വാരി തരാൻ. അപ്പോൾ ഞാൻ വേഗം വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന് പിന്നെ അവൾ കടലയും കറിയൊക്കെ എടുത്ത് വാരി കൊടുക്കാനിട്ട് ഐറൂസ് വരെ നോക്കണുണ്ട്. ഇതിപ്പോൾ എന്താ പരിപാടി എനിക്ക് വാരി തരാതെ മിനി പിന്നെ നീനുവിനാണോ വാരി കൊടുക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് നോക്കണത് കേട്ടോ. അപ്പോൾ ഓക്ക് വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ അമ്മോന് വന്നത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം അമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ വരുന്ന കണ്ടപ്പോൾ ഓന് പിന്നെ അങ്ങോട്ട് നോക്കിക്കണത് മൂപ്പര് വരുമ്പോൾ ഓന് മുട്ടായി എന്തായാലും കൊണ്ടുവരും. അപ്പോൾ അത് ഓന് അറിയട്ടപ്പോൾ വരുന്നത് ഓന് ഭയങ്കര ഈ മുട്ടായി കൊണ്ടുവരുന്ന പോലെ എല്ലാവർക്കും ഭയങ്കര പരിചയമാവുമല്ലോ. അങ്ങനെ അതാ വന്നപ്പം ഇതുമോനും നീനോനും എല്ലാവർക്കും മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നല്ല ചൂടുള്ള സമൂസയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സമൂസ ചൂടുള്ള. അപ്പോൾ അത് അപ്പം തന്നെ ഞങ്ങൾ പാക്ക് അപ്പം തന്നെ പൊടിച്ചു. ഞാൻ നീനുവിനിങ്ങനെ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഓൾ അത് വാങ്ങിയിട്ട് ഇതാ പൊടിച്ചു കണ്ടോ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ കാണുന്ന പോലെ അത് മുരിഞ്ഞ് ചൂടായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ചായ തരാൻ ഇരിക്കിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ നീനുവിന് ആദ്യം ഫുഡ് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വെയിറ്റ് ചെയ്ത് അപ്പോൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡും മൂപ്പരും ഒപ്പാണ് പള്ളിയിൽ പോയത് കേട്ടോ.
ഇവിടെ വന്ന് മക്കളെയൊക്കെ കാണുക, മക്കളോടൊക്കെ സംസാരിച്ചിരിക്കുക എന്ന് പറയുന്നത് മൂപ്പർക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതാ നീനു വീണ്ടും പോയി കിടന്നിറങ്ങിയിട്ടുണ്ട്. ഓള് കാര്യമായിട്ട് ഇതിനാണല്ലോ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഓള് നല്ല പുതച്ച് അവിടെ രാത്രി AC ഇട്ടതുകൊണ്ട് തന്നെ പിന്നെ തണുപ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഫാൻ ഇടുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു തണുപ്പുണ്ട്. അപ്പോൾ പുതച്ച് മൂടി നല്ല ഉറക്കമാണ്. അപ്പോഴാണ് മോള് ഇതാ എണീറ്റ് കുറച്ചേ ആയി എഴുന്നേറ്റിട്ട് പിന്നെ ഓള് ചായ കുടിക്കാൻ വന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ചായയും കടലയൊക്കെ ആണ് ഓള് രാവിലെ കഴിച്ചത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ പുട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിതാ നേരെ കിച്ചണിൽ പോവാണ്. നമ്മൾ രാവിലത്തെ ചായപ്പടിയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ മൂപ്പര് കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള റൈസ് നമ്മൾ കുക്കറിൽ അങ്ങോട്ട് വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ അതാ ഉള്ളിയൊക്കെ നിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിൽ നമ്മൾ എന്നുണ്ടാക്കുന്ന പോലെ തന്നെ സാധാ പോലെ തന്നെ ഗീ റൈസ് ആക്കി വെച്ചിട്ടാണ്. പിന്നെ അപ്പോൾ നമ്മൾ അതിലൊരു മാറ്റം എന്താ വെച്ചാൽ നമ്മൾ ഉള്ളി അതിൽ നിന്ന് ഞെരിച്ച് മാറ്റി വെച്ചതിന് ശേഷം അധികം വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് അരിയിട്ട് വേവിക്കും. ഒറ്റ കൂക്ക് തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മളിതാ ബിരിയാണിക്കുള്ള മസാലയ്ക്കുള്ള ഉള്ളിയാണ് ഈ അരിയണത് കേട്ടോ. അപ്പോൾ നേരം വൈകിയതുകൊണ്ട് പള്ളിക്കെല്ലാവരും പോയതിൻ്റെ ശേഷമാണ് ഒരു 12-12:15 ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. മൂപ്പര് പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഇതാവും വേണ്ടേ, പെട്ടെന്ന് ബിരിയാണി ആക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തകൃതിയായിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞു. വേഗം ഒരു അടുപ്പത്ത് നമ്മൾ അതാ ഉള്ളി വാട്ടുകയാണ് കേട്ടോ. എൻ്റെ എന്തോ പറ്റിയിട്ട് എൻ്റെ അടുപ്പിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഒരു അടുപ്പ് മര്യാദക്ക് കത്തുന്നില്ല കേട്ടോ. ആ ഒരു പണ്ടത്തെ പോലെ ആ ഒരു ഇത് കത്തുന്നില്ല. ഇനി മൂപ്പരൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുമ്പോൾ ശരിയാവാറുണ്ട്. അപ്പോൾ ഞാൻ അതിനൊരു ഒഴിവ് കിട്ടിയിട്ടില്ല, പറയാനും ഒഴിവ് കിട്ടിയിട്ടില്ല. പറഞ്ഞാൽ മൂപ്പര് ഞാൻ കിച്ചണിൽ പണിയെടുക്കാത്ത സമയത്ത് വന്നിട്ട് ക്ലീൻ ചെയ്യാറാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ ആയി അങ്ങനെ അടുപ്പൊന്നും കത്താതെ ആയിട്ട്. അപ്പോൾ ഇപ്പം ഇന്ന് ഒരു എന്താ അറിയില്ല. അപ്പോൾ ബിരിയാണിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ കത്തണമല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും ചൂടിൽ അങ്ങനെ ഉള്ളി വാട്ടി പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വാട്ടി പിന്നെ ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ട് ബിരിയാണി മസാലയും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതാ ഉള്ളി വാടി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് വാടിയിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. ഇന്നലെ അതാ നീനൂട്ടി വന്നപ്പോൾ കൊണ്ടുവന്ന് പിന്നെ ഡ്രസ്സുകളൊക്കെ കുറേശ്ശെ ഉണങ്ങിയതൊക്കെ ഞാൻ അത് അവിടെ അങ്ങനെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. മോളൂൻ്റെ കുറച്ച് തിരുമ്പാണ്ടായിരുന്നു. ഓൾ പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഓൾ അലക്കാനുള്ളത് കുറച്ച് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ കൂടെ അതും അലക്കണുണ്ട് കേട്ടോ. ഒക്കെ കൂടെ പണിയോട് പണിയാണ്. ഐറൂസിന് ഏതായാലും ഇതും ഐറൂസും വരും കളിയാണ്. അപ്പോൾ ഞാൻ വേഗം ഫുഡ് റെഡിയാക്കണം. പിന്നെ തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഇച്ചിരി ഒരു സ്പൂണിൻ്റെ പകുതി ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇപ്പോൾ ഇട്ടെടുത്തത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതാ മസാലപ്പൊടികൾ ഞാൻ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തു. ബിരിയാണീൻ്റെ മസാല കുറച്ചിട്ട് കൊടുത്തു. ബിരിയാണീൻ്റെ മസാല പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ബിരിയാണി മസാല കൂടുതൽ ഇടൽ എല്ലാം വെന്തതിൻ്റെ ശേഷമാണ് കുറച്ച് കൂടുതലിടുക. അപ്പോൾ കുരുമുളക് പൊടിയും ബിരിയാണി മസാലയും ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നന്നായിട്ട് വാട്ടി എടുത്തു. പിന്നെ കുറച്ചുകൂടി മുളക് പൊടി എനിക്ക് തോന്നി ഒരു ചുവന്ന കളറ് വന്നാലൊരു ഭംഗി ഉണ്ടാവും തോന്നിയിട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഒന്നും കൂടി നന്നായിട്ട് മസാലയൊക്കെ ഇളക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. പിന്നെ അധികം തൈരും മല്ലിച്ചപ്പ് പൊതിനും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ബിരിയാണീൻ്റെ മസാല അങ്ങോട്ട് റെഡി ആവും. പിന്നെ ആ ഒരു ചോറ് റൈസും കൂടി ഇട്ട് റെഡിയാക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ അങ്ങനെ എല്ലാവരും കൂടുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു രസമുള്ളൂ. ഇപ്പോൾ കുറേ ആയി ബിരിയാണി ഉണ്ടാക്കിയിട്ടും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നീന് വന്നപ്പോൾ തന്നെ ഒക്കെ ഗീ റൈസ് മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ കല്യാണം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഓരോ പരിപാടി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുറേ ആയി. ഓള് കഴിഞ്ഞ പ്രാവശ്യം വന്ന് പോയിട്ട് പിന്നെ ഇപ്പോൾ വന്നത് 10 ദിവസം കഴിഞ്ഞിട്ടാട്ടോ. പിന്നെ മോളും ഈ വൈക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓള് പിന്നെ മോളിൻ്റെ ഹസ്ബൻഡിന് സ്കൂൾ തുറക്കുന്ന തിരക്കും അഡ്മിഷൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓളും ഇങ്ങോട്ട് വന്നിട്ട് കുറേ ആയി. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ വരുമ്പോൾ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഒരു ഹരാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ചിക്കന് ആവശ്യത്തിനുള്ളത് ഞാൻ ബിരിയാണിക്കുള്ളത് ഇട്ട് കൊടുത്തു. കുറച്ച് പൊരിക്കാമെന്ന് കരുതിയിട്ട് അധികമൊന്നുമില്ല, ഒരു 5-6 കഷ്ണം ഓരോരുത്തർക്ക് ഓരോ പീസെങ്കിലും പൊരിച്ച് കൊടുക്കാമെന്ന് കരുതി ഞാൻ പൊരിക്കാനുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ചിക്കനെ നന്നാക്കി അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ച ചോറ് കുറേശ്ശായിട്ട് പകുതിയാണ് ഇപ്പോൾ ഈ ഇട്ട് കൊടുക്കുന്നത്. പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നെരിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഉള്ളിക്ക് ഞാൻ മല്ലിച്ചപ്പ് പൊതിനി ഇട്ട് കൊടുത്തു. ഇച്ചിരി ബിരിയാണി മസാല ഇട്ട് കൊടുത്തു കേട്ടോ. അത് അപ്പോഴാണ് ഞാൻ ഈ ഒരു പ്ലേറ്റിൽ അത് ഇട്ട് കൊടുത്തു. അതൊന്ന് മേലെ തൂവിയതിന് ശേഷം നല്ല നെയ്യ് ഇച്ചിരി ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ ബിരിയാണീൻ്റെ ബാക്കിയുള്ള റൈസ്
റൈസ്, പകുതി റൈസ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തത്, ബാക്കിയുള്ള റൈസ് കൊണ്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ ഇടുകയാണ്. ബിരിയാണി ആകുമ്പോൾ നമുക്ക് സുഖമാണ്, കാരണം തൈരും അച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എക്സ്ട്രാ കൂട്ടാനൊന്നും വേണ്ട. അപ്പം നെയ്ച്ചോറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കറി വേണം, ഉപ്പേരി ഒക്കെ വേണമല്ലോ. അപ്പോൾ ഇതാവും ബിരിയാണിയാണ് ഇപ്പം സത്യം പറയുക എളുപ്പമെന്ന് തോന്നാറുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ അതിലേക്ക് കറി ഉണ്ടാക്കുക, ഉപ്പേരി ഉണ്ടാക്കുക ഒന്നും വേണ്ടല്ലോ. അങ്ങനെ അതാ അവസാനത്തെ ഒരു നെയ്യൊഴിക്കലും കഴിഞ്ഞ് അടച്ച് വെച്ച് പിന്നെ നമ്മൾ ആ കുക്കർ തന്നെ ഒന്ന് കനത്തിനും വെച്ച് തീ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം പാത്രങ്ങൾ കഴുകുക, കിച്ചൺ ക്ലീൻ ആക്കുക എന്നൊക്കെയുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് മുമ്പിൽ വന്നപ്പോൾ പിന്നെ ഇത് കൊണ്ടുവന്നത്, വത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ പള്ളിക്കന്ന് വന്നതാണ് കേട്ടോ. പക്ഷേ സത്യം പറയുമ്പോൾ അപ്പം കിട്ടണ ഫുഡ് സാധാരണ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആ ഒരു പ്രശ്നമുള്ളത് കേട്ടോ. വെള്ളിയാഴ്ച പള്ളിക്കന്ന് വന്ന അപ്പം ചോറ് കഴിക്കണം. അപ്പോൾ ഇന്ന് റെഡിയായി ഞാൻ ദം ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞ വത്തൊക്കെ കട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് ഇട്ടിട്ട് നല്ല തണുപ്പുണ്ട്, അപ്പോൾ വേഗം കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ഐറൂസ് അവിടെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഐറൂസിനും മോളൂനും ഒക്കെ എല്ലാവർക്കും കൊണ്ട് കട്ട് ചെയ്തിട്ട് അത് എല്ലാവരും എടുത്തുകൊണ്ട് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ വേഗം വന്നിട്ട് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നീനും ഉറങ്ങാണ്, ഇതും ഉണ്ട്, ഓളും പിന്നെ ഫോണും കണ്ട് അവിടെ ഇവിടെ ഉറങ്ങിയിട്ടുണ്ട്. മോളാണെങ്കിൽ ഇപ്പം എനിക്ക് ഫുഡൊന്നും വേണ്ടാന്നും പറഞ്ഞ് അങ്ങോട്ടും പോയിട്ടുണ്ട്. പിന്നെ ബിരിയാണി ആയിട്ടും കാര്യമില്ല, ആർക്കും വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിത് വേഗം ദമ്മ് പൊളിച്ചിട്ട് മൂപ്പർക്ക് ഒരു കൊടുത്തു, മൂപ്പര് കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. കാരണം വിഷന്ന് പള്ളിയിൽ വരില്ല, അപ്പോൾ വിളമ്പിയിട്ട് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു. ഇതും ഒരു വൈക്ക് കിടക്കുന്നുണ്ട്, ഇനിയൊരു ആരും ഇല്ല. അപ്പോൾ അവരൊക്കെ വന്ന് എപ്പോഴും എന്താ പറയുക ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരുമിച്ചൊരു ഫുഡ് കഴിക്കലുണ്ടായില്ല. നീനും അത് എഴുന്നേറ്റ് വന്ന് ഓളും കഴിച്ചു, പിന്നെ ഇതും കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയിട്ടോ, കാരണം അങ്ങനെ ഒരു ഫുഡ് കഴിക്കലായിരുന്നു. അപ്പം പ്രോപ്പറായിട്ട് അതൊരു വീഡിയോ എടുക്കാൻ മറന്ന്. അപ്പോൾ എനിക്ക് പിന്നെ ആകെ എന്തോ ഒരു ചടപ്പ്, പിന്നെ ഞാൻ അധികമായിട്ട് വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അത് പിന്നെ ഷോർട്സ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പം അതാ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ്. കാരണം കുറച്ച് വെക്കുമ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇച്ചിരിയാണ്, നമ്മൾ 1 കിലോന് വെച്ചിട്ടില്ല, ഒരു 1/2 കിലോനല്ല, 1/2 കിലോനെയാണ് ഇച്ചിരി കൂടി കൂടുതലുണ്ട്, എന്നാൽ 1 കിലോനായിട്ട് ആയിട്ടില്ല കേട്ടോ. ആ ഒരു അളവിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല മസാലയൊക്കെ വന്ന് കേട്ടോ, കാണാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.